വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. മൂവാറ്റുപുഴ നഗരസഭയുടെ ഭരണനിർവഹണത്തിൽ മുൻ സെക്രട്ടറി തുടർച്ചയായി ഗുരുതരമായ വീഴ്ചകൾ വരുത്തിയെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി. സ്ഥലം മാറ്റത്തിനുള്ള ഓർഡർ കിട്ടിയിട്ടും സെക്രട്ടറി റിലീവ് ചെയ്യാതിരുന്നത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ചെയർപേഴ്സൺ ആരോപിച്ചു. മൂവാറ്റുപുഴ നഗരസഭയുടെ ഭരണനിർവഹണത്തിൽ മുൻ സെക്രട്ടറി തുടർച്ചയായ ഗുരുതരമായ വീഴ്ചകൾ വരുത്തുകയും കൗൺസിലിനെയും ചെയർപേഴ്സണെയും തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് നഗരസഭാ കൗൺസിൽ സെക്രട്ടറിക്കെതിരെ പ്രമേയം പാസാക്കിയതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി. ഭരണപരമായ വിഷയങ്ങളിൽ കൗൺസിലിന്റെ തീരുമാനങ്ങൾ മാനിക്കാതെയും ജനപ്രതിനിധികളുടെ അവകാശങ്ങളെ അവഗണിച്ചും പ്രവർത്തിച്ച നടപടി നഗരസഭയുടെ സുഗമമായ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചു. അവരുടെ അവകാശങ്ങളെ മാനിച്ചാണ് നടത്തിയ യാത്രയയപ്പിൽ സ്റ്റാഫിനിടയിൽ ഭിന്നിപ്പുണ്ടാകുന്ന തരത്തിൽ ഫയലുകളെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ അവതരിപ്പിക്കുകയും കൗൺസിലിനെയും ഭരണസമിതിയെയും അപമാനിക്കുന്ന തരത്തിൽ മുൻ സെക്രട്ടറി സിമിയെ സംസാരിക്കുകയും ചെയ്തതായി യോഗത്തിൽ ഉയർന്നിട്ടുണ്ട്. ഇതേ തുടർന്നാണ് വ്യാഴാഴ്ച വിശദീകരണ യോഗം വിളിച്ചത്. യോഗത്തിൽ തന്നെ കേസ് മാർട്ടിലുള്ള ഫയലുകൾ തുറന്നു പരിശോധിക്കുകയും സെക്രട്ടറി നൽകിയ വിവരങ്ങളും ചെയർപേഴ്സൺ കേരള മുനിസിപ്പാലിറ്റി ആക്ടിന്റെയും അനുബന്ധ ചട്ടങ്ങളുടെയും അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയ കുറിപ്പുകളും സഹിതം സെക്രട്ടറിയുടെ നടപടികൾ വിശദീകരിക്കുകയുമുണ്ടായി. സാധാരണ രീതിയിൽ നടന്ന ഒരു സ്റ്റാഫ് മീറ്റിംഗിൽ സ്വന്തം തെറ്റുകൾ പരസ്യമായതിലുള്ള അസ്വസ്ഥതയുടെ ഭാഗമായാണ് പിന്നീടുണ്ടായ സംഭവ വികാസങ്ങളെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. നഗരസഭയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറിയ കാര്യങ്ങൾ തികച്ചും ഖേദനാജനകം തന്നെയാണ്, വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ ഈ നഗരസഭയിൽ ചാർജ് എടുക്കുന്നു അല്ലെങ്കിൽ ചെയർപേഴ്സൺ ആകുന്നു എന്നറിഞ്ഞിരുന്ന ആ ഒരു കാലഘട്ടം മുതൽ തന്നെ എനിക്കെതിരെയുള്ള ആക്രമണങ്ങളും അറ്റാക്കുകളും തുടങ്ങിയതാണ്. അതിനെയൊക്കെ രാഷ്ട്രീയപരമായിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു പ്രതികരണത്തിലേക്കോ അല്ലെങ്കിൽ ഇമോഷണലായിട്ടോ ഒന്നും ഞാൻ ഒരിടത്തും പ്രതികരിക്കാൻ ശ്രമിച്ചിട്ടുമില്ല. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങളെ വളരെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് തൻ്റെ കർത്തവ്യം എന്താണെന്ന് പോലും മറന്നുകൊണ്ട്, തൻ്റെ ഉത്തരവാദിത്വം എന്താണെന്ന് മറന്നുകൊണ്ട് ജനങ്ങളോട് പോലും നീതികേട് കാണിക്കുന്ന രീതിയിലാണ് ബഹുമാനിയായിട്ടുള്ള മുൻ സെക്രട്ടറി ശ്രീമതി സിമി എച്ച് പെരുമാറിയിട്ടുള്ളത്. കഴിഞ്ഞ 25-ാം തീയതി ഇവർക്ക് ട്രാൻസ്ഫറിൻ്റെ ഓർഡർ വന്നതാണ്. കൗൺസിലിൽ പ്രമേയം അവതരിപ്പിച്ചതിനെ തുടർന്നാണ്. അതായത് സെക്രട്ടറിയുടെ നടപടികൾക്കെതിരെ ജനങ്ങളോടുള്ള പെരുമാറ്റം, അതുപോലെ തന്നെ ഇവരുടെ ഫയലിൽ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ, ഇതിനെല്ലാം കാണിച്ചുകൊണ്ട് കൗൺസിൽ അവതരിപ്പിച്ച പ്രമേയത്തിനെ തുടർന്നാണ് ഇവർക്ക് ട്രാൻസ്ഫർ ഓർഡർ വന്നിട്ടുള്ളതും കൂടി മനസ്സിലാക്കണം. 25-ാം തീയതി ട്രാൻസ്ഫർ ഓർഡർ വന്നിട്ടും ഇവരിവിടുന്ന് റിലീവ് ചെയ്യാതിരിക്കുകയും ഇത്രയും ദിവസങ്ങൾ ഇവിടെ നിൽക്കുകയും ചെയ്തത് ഇവർക്കെതിരെയുള്ള ആരോപണങ്ങൾ, ഇവർക്കെതിരെയുള്ള പരാതികൾക്ക് അവർക്ക് അനുകൂലമായിട്ടുള്ള തെളിവുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് സ്വാഭാവികമായിട്ട് സംശയിച്ചു പോകും. സ്ഥലം മാറ്റത്തിനുള്ള ഓർഡർ കിട്ടിയിട്ടും സെക്രട്ടറി റിലീവ് ചെയ്യാതിരുന്നത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ചെയർപേഴ്സൺ ആരോപിച്ചു. സെക്രട്ടറിയുടെ നടപടികൾ പ്രതിഷേധിച്ച് അവരുടെ സഹപ്രവർത്തകരായ നഗരസഭാ ജീവനക്കാർ സമരം നടത്തുകയുമുണ്ടായി. സമരത്തിന് ശേഷം സെക്രട്ടറിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ആശുപത്രിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ പ്രകാരം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് വ്യക്തമായിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ ചൂണ്ടിക്കാട്ടി. ഈ മിനിറ്റ്സിൽ കൃത്യമായി പറയുന്നുണ്ട്, ഞാൻ അവരെ ഒന്ന് അഡ്രസ്സ് ചെയ്യുക പോലും ചെയ്തിട്ടില്ല. ഞാൻ ഡയറക്റ്റ് ഫയലുകൾ ഓപ്പൺ ചെയ്ത് ലാപ്ടോപ്പിൽ ഫയലുകൾ നമ്പറുകൾ സഹിതം ഓപ്പൺ ചെയ്ത് കേസ് മാർട്ടിലൂടെ മുനിസിപ്പൽ ആക്ട് വെച്ചിട്ട് ചെയർപേഴ്സൻ്റെ കുറിപ്പുകൾ വിശദീകരിക്കുകയും സെക്രട്ടറിയുടെ നടപടികൾ ഫയലുകളിൽ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയുമാണ് ചെയ്തത്. അത് അന്ന് സംസാരിച്ചത് ഒരു വ്യക്തിയല്ല അവിടെ സംസാരിച്ചത്, ഫയലുകളും നിയമങ്ങളും കഴിഞ്ഞുപോയ കാര്യങ്ങളും മാത്രമാണ് അവിടെ സംസാരിച്ചത്. അപ്പോൾ അത്തരത്തിൽ വന്ന ഒരു സംഭാഷണത്തെ വ്യക്തിഹത്യയായി ചിത്രീകരിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ഒഫീഷ്യലായിട്ടുള്ള സാധാരണയായ ചെയർപേഴ്സൻ്റെ ഉത്തരവാദിത്തം നിറവേറ്റുന്ന ഒരു മീറ്റിംഗ് മാത്രമായിരുന്നു അതിനെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിൽ ചിത്രീകരിക്കാൻ ഉണ്ടായത്. 12:30 ഇവിടെ നടന്ന ആ വിശദീകരണ യോഗത്തിന് ശേഷം വൈകുന്നേരം 5 മണി വരെ ബഹുമാനപ്പെട്ട സെക്രട്ടറി ഈ നഗരസഭാ ഓഫീസിൽ ഉണ്ടായിരുന്നു. എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതിന് മുമ്പേ തന്നെ പോകേണ്ടതായിരുന്നില്ല. മീറ്റിംഗ് കഴിഞ്ഞിട്ട് എത്രയോ സമയമായി. അതിനുശേഷം ജീവനക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒഫീഷ്യൽ കാര്യങ്ങൾ സംസാരിക്കാൻ എന്നവണ്ണം അദ്ദേഹത്തിൻ്റെ ക്യാബിനിലേക്ക് വിളിപ്പിക്കുകയും അവരുമായിട്ട് അവിടെ സമയം ചെലവഴിക്കുകയും മാധ്യമങ്ങൾ ഉൾപ്പെടെ പുറത്തുള്ള ആളുകളെ, രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളെ തന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് ജീവനക്കാർ എത്തിയെന്നുള്ള രീതിയിൽ അവരുടെ സാന്നിധ്യത്തെ ദുരുപയോഗം ചെയ്യുന്ന രീതിയിൽ പുറത്തേക്ക് മെസ്സേജ് കൊടുത്ത് കാത്തിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. തുടർന്ന് ജീവനക്കാർ സെക്രട്ടറിക്കെതിരെ സമരം നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വൈകുന്നേരം 5 മണിക്ക് ശേഷം സെക്രട്ടറിയുടെ നടപടിക്കെതിരെ ജീവനക്കാർ സമരം നയിക്കുന്ന നടപടിയുണ്ടായി. അതിനും ശേഷമാണ് ഇവർ ഹോസ്പിറ്റലിൽ പോയത്. റെക്കോർഡുകൾ പരിശോധിക്കാം. ഹോസ്പിറ്റലിലെ അഡ്മിഷന് ജനറൽ ഹോസ്പിറ്റലിൽ ബില്ലിംഗ് ആയിരുന്നില്ല, പ്രത്യേകിച്ച് ദേഹാസ്വസ്ഥതകളൊന്നും ഉണ്ടായിരുന്നില്ല. ECGയിൽ ഉണ്ടായിരുന്ന വേരിയേഷൻ നമുക്കറിയാം, സ്ത്രീകൾക്ക് ഒരു വേരിയേഷൻ ഉണ്ടാവുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഡോക്ടേഴ്സിനോട് സംസാരിച്ചപ്പോൾ. അപ്പോൾ അതിനെ തുടർന്ന് കളമശ്ശേരിയിൽ പോവുകയും അവിടെയും യാതൊരു നാച്ചുറൽ ആയിട്ടുള്ള റൗട്ടീൻ ചെക്കപ്പുകൾ മാത്രം നടത്തിയിട്ട് ഒബ്സർവേഷന് ശേഷം അഡ്മിഷൻ ഇല്ലാതെ അവർ തിരികെ വരികയാണ് ചെയ്തത്. അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് കൃത്യമായ രാഷ്ട്രീയ നാടകമാണ് എന്നും
അതുകൂടാതെ കൊണ്ട് തന്നെ ഇവർ 25-ാം തീയതി റിലീവ് ചെയ്യേണ്ടിയിരുന്ന സെക്രട്ടറി ഇത്രയും ദിവസം ഇവിടെ തുടർന്ന് നിന്നത് തെളിവുകൾ നശിപ്പിക്കുവാനായിട്ടും ഗൂഢാലോചനയുടെ ഭാഗമായിട്ടും അതിനെ രാഷ്ട്രീയവൽക്കരിക്കാനുമാണ് എന്നുള്ളതിൽ സംശയിച്ചു പോവുകയാണ്. അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. ജനങ്ങളുടെ താൽപര്യവും നഗരസഭയുടെ സുഗമമായ പ്രവർത്തനവും മുൻനിർത്തി തുടർന്നും നിയമാനുസൃതവും ഉത്തരവാദിത്തപരവുമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. സ്വർണം വിൽക്കുവാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചയൻസ് തന്നെ. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ്. എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാന്തരം വിലയിൽ സ്വർണം വിൽക്കാം. അത് നേരാ. അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തതയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം. വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും. എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.